ഹലോ ഗൾസ്, എല്ലാവരെയും എനിക്കറിയാം. എല്ലാവരും SSLC എക്സാമിൻ്റെ ഒരു മൂഡിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. സോ മക്കളെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ തന്നെയുള്ളൂ, ഇത്ര മതിടാ. നിങ്ങൾ ഇത്രകാലം പഠിച്ചില്ലേ, ഒരു വർഷം ഏകദേശം പഠിച്ചു വന്നില്ലേ, ഇത് മതി. ഇനി ഇത് വെച്ച് ഫുൾ കോൺഫിഡൻസോട് എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യുക. നല്ല ലെവലിൽ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തെടുത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനി നിങ്ങൾ കേൾക്കാത്ത ഒന്നും എക്സാം പേപ്പറിൽ കാണാൻ പോകുന്നില്ല. ഐ ആം ഷുവർ, ഉറപ്പാണ്. നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ഇനി എക്സാമിൽ ചോദിക്കാൻ പോകുന്നില്ല. എങ്കിലും നമ്മൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട, ഞാൻ വീണ്ടും പറയുന്നു, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എങ്കിലും ഇതൊക്കെ നോക്കി പോട്ടോ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആക്കിയിട്ട് വേണമേ പോവാൻ എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഒന്നാമതായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഞാൻ വീണ്ടും ആണായിട്ട് പറയുകയാണ്, നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഇനിയില്ല, ഇനി ഒന്നും ബാക്കിയില്ല. നിങ്ങൾ നേരെ എക്സാമിനേഷൻ ഹാളിലേക്ക് നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസോടുകൂടി റിവൈസ് ചെയ്ത് ഉഷാറായിട്ട് കയറിയാൽ മാത്രം മതി. സോ നമുക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് എനി ഫർദർ ഡിലേ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസ് കേൾക്കാം. നോക്കണം. എന്താ ക്വസ്റ്റ്യൻ? സാർ, ഞങ്ങൾ ഇഷ്ടംപോലെ കണ്ടതാണല്ലോ. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ്, ഇനി കാണാത്തതായിട്ട് ഒന്നുമില്ല. സോ മക്കൾ ആ കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യുക, എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. ഈ ക്വസ്റ്റിനും അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം. ഞാൻ ഒന്ന് മാറി നിൽക്കാം. ഓക്കെ അല്ലേ? യെസ്, ഞാനിപ്പോൾ കരുതാണ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു, ഒന്ന് പോസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കി ആൻസർ, നിങ്ങളുടേതായ ഒരു ആൻസർ എന്ത് ചെയ്തു, കണ്ടെത്തി വെച്ചു ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി കാണുമ്പോൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്തിട്ട് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരുത്തുക, അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കാം. എന്താണ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? ഏതോ ഒരു എലമെൻറ്റിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കടാ, എന്താണ് ഒരു മൂലകത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്. നമ്മൾ ഒന്നാമത് ചാപ്റ്റർ മുതലേ കാണാൻ തുടങ്ങിയതാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല, സിമ്പിളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക് എല്ലാവർക്കും കിട്ടും, ഒരു സംശയമില്ല. നോക്കാം, എന്താണ് റൈറ്റ് ദ അറ്റോമിക് നമ്പർ അല്ലേ? അറ്റോമിക് നമ്പർ എഴുതാൻ പറഞ്ഞ ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം ഇതാണ്. ഇനി ഇതിൽ നിന്ന് അപ്പുറത്ത് ചോദിക്കുന്ന സാധനം ഞാൻ എന്ത് ചെയ്യും, ഇതിന് കണക്റ്റഡായ സാധനം പറയും അല്ലേ? ഈ ക്വസ്റ്റ്യൻ അല്ല, ഇനി എങ്ങനെ ചോദിക്കാന്നുള്ളത് എന്ത് ചെയ്യാം, ഞാൻ പറയാം കേട്ടോ. നോക്കാം, ഇതുമായി കണക്ട് ചെയ്ത കാര്യം ഞാൻ പറയാം. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ കാണാൻ പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, എന്തത്ര വലിയ പണിയുള്ളത്, ഒന്നുമില്ല. ജസ്റ്റ് കൗണ്ട് ചെയ്യുക. 2 + 2 4 4 + 6 10 10 + 2 എന്ന് പറഞ്ഞാൽ 12 12 12 കഴിഞ്ഞു. ഒന്നാമതിന് ആൻസർ കിട്ടി. ഫസ്റ്റിൻ്റെ ആൻസർ എന്താ, 1 മാർക്ക് കിട്ടി. SSLC എക്സാമിൽ നിങ്ങളൊരു മാർക്ക് പോക്കറ്റിലാക്കി, സെറ്റ്. അടുത്ത എന്താ, ടു വിച്ച് ബ്ലോക്ക് ദിസ് എലമെൻറ്റ് ബിലോങ്സ്. സിമ്പിൾ അല്ലേ? ഏത് ബ്ലോക്കിലാണ് ഈ എലമെൻറ്റ് വരിക ചോദിച്ചാൽ എന്ത് ചെയ്യുക, ആ സബ്ഷൽ വിന്യാസം തന്നിട്ടുണ്ട്. ആ വിന്യാസത്തിലെ അവസാന ഇലക്ട്രോൺ അല്ലേ, നമ്മളിത് എത്ര വട്ടം കിട്ടി എനിക്ക് തന്നെ അറിയില്ല, ഞാൻ തന്നെ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ നിന്നും ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും എജുപോർട്ടിൽ നിന്നും പിന്നെ പല ഭാഗത്തു നിന്നും കേട്ട കാര്യം തന്നെയാണെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. എനിക്ക് തന്നെ വേണ്ടിയാവുന്നു റിപ്പീറ്റ് ചെയ്യുമ്പോൾ. എന്താണ് അവസാനത്തെ ഇലക്ട്രോൺ പ്രവേശിക്കുന്ന സബ്ഷെൽ ഏതോ ആ സബ്ഷെല്ലാണ് ഏത് വരിക, അതിൻ്റെ ബ്ലോക്ക് വരിക. സോ ബ്ലോക്ക് ഓഫ് ദിസ് എലമെൻറ്റ് ചോദിച്ചാൽ എസ് ബ്ലോക്കാന്ന് പറയണം. എസ് ബ്ലോക്ക് എലമെൻറ്റാന്ന് എന്ത് ചെയ്യണം മക്കൾ? ഇംഗ്ലീഷ് മീഡിയം ഇങ്ങനെ എഴുതണം. മലയാളം മീഡിയം എന്ത് ചെയ്യുക, എസ് ഇടുക, ബ്ലോക്ക് എസ് ബ്ലോക്ക് അല്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, സെറ്റ്. അടുത്ത എന്താ ഐഡന്റിഫൈ ദ പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ. മക്കളെ, ഇതിൽ ഞാൻ ഈ റൗണ്ട് ചെയ്ത ഗ്രൂപ്പ് നമ്പർ എന്ത് ചെയ്യുക മക്കളൊന്ന് വ്യക്തമാക്കി പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്യാണ്, അതിനു വേണ്ടി ഒന്ന് അപ്പുറത്തേക്ക് പോവുകയാണ്. വിന്യാസം നോക്കട്ടെ. 1s2 2s2 2p6 3s2 അല്ലേ? 1s2 2s2 2p6 3s2. നോക്കടാ, ഇതിൻ്റെ ആദ്യം എന്ത് കാണണം? ഏതൊരാളാണെങ്കിലും ഏതൊരു എലമെൻ്റ് ആണെങ്കിലും അതിൻ്റെ സബ്ഷൽ വിന്യാസത്തിൽ നിന്ന് പീരീഡ് കാണാൻ പറഞ്ഞു. എന്താണ് പീരീഡ്? നമുക്കറിയാം ആകെ 7 പീരീഡ് ഉണ്ട്. സോ പീരീഡ് നമ്പർ കാണാൻ വേണ്ടി പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ അല്ലേ? ഇവിടെ കാണിച്ച ഏറ്റവും വലിയ നമ്പർ 1 ആണോ? അല്ലടാ. 2 ഉണ്ട്. 2 ആണോ? അല്ലേ. അല്ല. 3 ഉണ്ടല്ലോ. 3 ആണോ? 4 ഉണ്ടോ? 4 ഇല്ല. അപ്പം ആരനെ 3 തന്നെയാണ്. എന്ത് പറയാം, 3 ആണ്. 3 ആണ് നമ്മുടെ പീരീഡ് നമ്പർ അല്ലേ? പീരീഡ് നമ്പർ ഈസ് 3. അല്ലെങ്കിൽ 3 ആണ് പീരിയഡ്. മക്കളെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളുടെ വരുത്തുന്ന ഓരോ എന്താ പറയുക സ്പെല്ലിംഗ് മിസ്റ്റേക്സും അതുപോലെ എഴുതുമ്പോൾ വരുന്ന അക്ഷരപ്പിശകൊക്കെ എന്താണ് ആ പേപ്പർ നോക്കുന്ന ആളുടെ മൈൻഡിന് ഒന്ന് ഇറിറ്റേറ്റഡ് ആക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യരുത്, അക്ഷരത്തെറ്റ് വരുത്തരുത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ മാക്സിമം നോക്കുക. ഇനി അതൊക്കെ നമ്മൾ ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എല്ലാ ഭാഗവും കവർ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പീരീഡ് നമ്പർ കണ്ടു. ഇനി എന്ത് വേണം മക്കളെ, ഗ്രൂപ്പ് കാണണം. ഗ്രൂപ്പിലെ നോക്കടാ, ഇത് ഏത് ബ്ലോക്ക് എലമെൻ്റ് ആണ്? എസ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. സോ എസ് ബ്ലോക്ക് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ആ എസ് ബ്ലോക്കിൻ്റെ മുകളിൽ കാണുന്ന നമ്പർ ഏതാണോ ആ നമ്പറാണ് എന്ത് വരിക, ഗ്രൂപ്പ് നമ്പർ വരിക. സോ നമുക്ക് എഴുതാം സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പിലാണ് ആര് വരിക, ഇയാൾ വരിക. മലയാളത്തിൽ പറയുമ്പോഴോ രണ്ടാം ഗ്രൂപ്പ് അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ സാർ എത്ര ഗ്രൂപ്പ് ടോട്ടൽ ഉണ്ട്? 18 ഗ്രൂപ്പ്. എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ്.
കഴിഞ്ഞില്ലേ? ഇനി നമ്മളൊരു സ്റ്റെപ്പും കൂടെ മേലെ കയറാണ്, കണക്റ്റായ കാര്യം പറയണം അല്ലേ, തമ്മിൽ കണക്ഷനുള്ള കാര്യം വരാണ്. എന്താ പറയാൻ പോകുന്നത് സാർ? അപ്പോൾ പി ബ്ലോക്ക് ആണെങ്കിലോ സാർ, പി ബ്ലോക്ക് ആണെങ്കിൽ ഞങ്ങൾ എങ്ങനെ കാണും ഗ്രൂപ്പ് നമ്പർ? ഒന്നുമില്ല മക്കളെ, ഈ പിയുടെ മണ്ടമ്മയുടെ നമ്പറില്ലേ ഇതുപോലെ എന്തുണ്ടാവും? ഫോർ എക്സാമ്പിൾ 3P3 അല്ലേ, എൻഡിങ് ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈ നമ്പറിൻ്റെ കൂടെ ഒരു +12 ആഡ് ചെയ്യുക. എങ്ങനെ? ആ നമ്പറിൻ്റെ കൂടെ ഒരു +12 ആഡ് ചെയ്ത് ആര് കിട്ടി? പിയുടെ ഗ്രൂപ്പ് നമ്പർ കിട്ടി സാർ. അപ്പോൾ പീരീഡ് എങ്ങനെ? പീരീഡ് എല്ലാവർക്കും സെയിം ആണ്, ആരാണെങ്കിലും പീരീഡ് കാണാൻ സെയിം മെത്തേഡാണ്. ഇനി സാർ അപ്പോൾ പി അല്ല ഇത് ഡി വരില്ലേ? യെസ് വരും, ഡി വരും. ഡി ബ്ലോക്ക് ആണെങ്കിൽ മക്കൾ നോക്കുക, ഡി ബ്ലോക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ? എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്തുള്ള എസ്സിലെയും തൊട്ടപ്പുറത്ത് പിന്നെ ഡിയിലെയും സം ചെയ്യാം. എങ്ങനെ? തൊട്ടപ്പുറത്തുള്ള എസ്സിൻ്റെയും ഡിയുടെയും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സം ചെയ്യുക. ഓക്കെ, ആ എസ്സിൻ്റെ ഇലക്ട്രോൺസിന് ഉണ്ടാവും, ഡീൻ്റെ ഇലക്ട്രോൺസിന് സം ചെയ്യാൻ എന്ത് കിട്ടും? നമുക്ക് ഗ്രൂപ്പ് കിട്ടും. കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഐഡൻറ്റിഫൈ ദി പീരീഡ് നമ്പർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഓഫ് ദിസ് എലമെൻറ്റ്. മാർക്ക് കിട്ടി 4 മാർക്ക് 4 മാർക്സ്. 4 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ ഈ ചാപ്റ്ററിന് ചോദിക്കാവുന്നതിൽ ഒരു അത്യാവശ്യം നല്ല മാർക്കാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുക, ആകെ 40 മാർക്കിന് നമ്മൾ എക്സാം ഉള്ളത് അല്ലേ, അതിൽ 4 മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല കിട്ടലല്ലേ. സോ ഇത്രയും കോൺഫിഡൻസോട് കൂടി മക്കൾ എന്ത് ചെയ്യുക? എക്സാം അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ കാണാം. ഓൾ ദി ബെസ്റ്റ്. പക്കാ പെർഫെക്റ്റ്.